അപ്പൊ നമുക്ക് ഇന്ന് പോകേണ്ട ഒരു സ്ഥലത്തിന്റെ ചെറിയ റോഡ് മാപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തിന്റെ പേര് നെതർകോട്ട്. ഇവിടുന്ന് ഒരു 255 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ 3.5 മണിക്കൂറുണ്ട്. കാര്യം നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ചെറിയ റോഡ് വഴിയൊക്കെയാണ് പോകുന്നത്. അതായത് 100ന്റെ സോണൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ഉണ്ട്. അതായത് ഒരു ഹൈവേ അല്ല. സാധാരണ പോകുന്ന ഈ റൂട്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല. കാര്യം ഇപ്പം ഈ പുഷ് ഫയർ ഒക്കെ വന്നുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ എല്ലാം തീ ആയിട്ട് അവിടെ എല്ലാം മൊത്തം കത്തി നശിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നമുക്കറിയത്തില്ല. ഏതായാലും പോയി നോക്കാം. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ബീച്ചായിരുന്നു പറഞ്ഞൊരു പുള്ളിയും കൂടിയാണ് പോകുന്നത്. ഇതിപ്പം കാട്ടിക്കൂടെയൊക്കെ ഒരു ഇച്ചിരി ദൂരം നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ടഫ് നടക്കുക തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പിള്ളേരെയോ ഫാമിലി ഒന്നും കൊണ്ടുവന്നില്ല, ഞാനും പുള്ളിയും മാത്രമേ പോകുന്നുള്ളൂ. അതിനുശേഷം ഇന്ന് വൈകിട്ട് നമ്മളൊരു ഹോളിവുഡ് പാർക്ക് താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാട്ടർഫോൾസിന്റെ അടുത്ത് തന്നെ ഈഡൻ കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചുണ്ട്. അതൊരു 150 വർഷം പഴക്കമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ്. അത് കടലിന്റെ തീരത്താണ് ആ പള്ളി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പള്ളിയിലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതായാലും പോയി നോക്കാം. നമ്മൾ ഇന്ന് പോയിട്ട് നാളെ വരത്തുള്ളൂ. അപ്പം എന്നാ പറയുന്നത്, അപ്പൊ നമുക്ക് ഏതായാലും പോയി വരാം. ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഇന്നാലൊരു സ്പീക്കർ ഓൺലൈനിൽ ഓർഡർ ചെയ്തായിരുന്നു, ലോജിറ്റിക്കിന്റെ. അപ്പൊ അത് ഇവിടെയാണ് സെറ്റ് ചെയ്ത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ചെറിയൊരു ഓഫീസ് കോർണർ ഇങ്ങനെ ഒരാഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇതാണ് സംഭവം. ഒരു കോർണർ ടേബിൾ ഉണ്ട്. പിന്നെ ഇത് ഡെസ്ക്ടോപ്പ് അല്ല, ഇത് നമ്മുടെ മാക്ബുക്ക് എന്ന് കണക്ട് ചെയ്തിരിക്കുന്ന മാക്ബുക്ക് 13 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ ആ സ്ക്രീൻ ചെറുതായതുകൊണ്ട് ഒരു ഇച്ചിരി കൂടെ വലിയ സ്ക്രീൻ വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ സാംസങ്ങിന്റെ 27 ഇഞ്ച് മോണിറ്റർ വെച്ചിരിക്കുകയാണ്. ബാക്കി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു ആർട്ടിഫിഷ്യൽ അല്പം ഒരു ഗ്രീൻ തോന്നാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫയല്, പേപ്പറുകൾ, ഒരു ബുക്കിന്റെ ഇത്, സ്റ്റിക്കി നോട്ട്സ്, കാൽക്കുലേറ്റർ, സംഭവങ്ങൾ, ബ്ലാ 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 ബ്ലാ, അതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ കറങ്ങുന്ന കസാര. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഏതായാലും ഒന്ന് റെഡി ആയിട്ട് വരാം. എന്നാ ചോദിച്ചാ? അപ്പം ഞാനും ബിജനും അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. നമ്മളിപ്പം ACT വിട്ട് ന്യൂ സൗത്ത് വെയിൽസിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ നെതർകോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്നൊരു ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. അതിനുശേഷം നമ്മളിന്ന് വൈകിട്ട് താമസിക്കുന്നത് പാമ്പല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ ഈ പോകുന്ന റോഡ് കണ്ടോ, നല്ല സ്ട്രെയിറ്റ് റോഡ്, നല്ല അടിപൊളി റോഡല്ലേ. അപ്പോൾ ഈ റോഡിൽ നമുക്ക് എപ്പോഴും നല്ല സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല ടെംപ്റ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് പോകാൻ പറ്റുകയില്ല. ഈ മരത്തിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ പോലീസുകാർ ഒളിച്ച് നിൽപ്പുണ്ടായിരിക്കും. പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫൈനാണ്. അപ്പം നമ്മൾ ഒരു ഏകദേശം ഇവിടുത്തെ ഒരു ചെറിയൊരു ഗ്രാമം അല്ലെങ്കിൽ ചെറിയൊരു ടൗൺഷിപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂമ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കൂമ എന്ന് പറയുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയയിലെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹയസ്റ്റ് പ്ലെയിൻസ്, മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലോട്ടുള്ള ഒരു കവാടം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ന്യൂ സൗത്ത് വെയിൽസിലെ സ്നോയി മൗണ്ടൻസിലോട്ടും വിക്ടോറിയയിലെ ആൽപൈൻ റീജിയനിലോട്ടും പോകുന്ന ഒരു കവാടം എന്ന് വേണമെങ്കിൽ കൂമ എന്ന് പറയാം. പക്ഷേ വിക്ടോറിയയിലെ ആൽപൈൻ റീജിയനിലോട്ട് വേറെ ഹൈവേ കൂടെയുള്ള വേറെ ആൾട്ടർനേറ്റ് വഴിയുണ്ട്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു 3-4 ഓസ്ട്രേലിയൻ ഗ്രാമങ്ങളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പം നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തി നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ബോട്ടിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. ഇതിനു മുമ്പ് കണ്ട റൗണ്ട് ബോട്ടിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തു, നേരെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റൽ ഏരിയയിലോട്ടാണ് പോകുന്നത്. ഇപ്പം ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ യാത്ര തുടരാം. ഇത് ഒരു ഓസ്ട്രേലിയയിലെ ഒരു ടിപ്പിക്കൽ ചെറിയൊരു ടൗൺഷിപ്പാണ്. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിപ്പം നിമിറ്റാവൽ എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജാണ്. അപ്പം ഇവിടെ ഫുള്ള് ഫാം ഹൗസുകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു റൈഡിലോട്ട് ഗ്രാമത്തിനുള്ളിലോട്ട് പോകുന്ന വല്ല വഴി വല്ലതും കാണുവാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആ റൈറ്റ് എടുത്ത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മഹേന്ദ്ര സ്കോർപ്പിയോ ആണ്. അപ്പം നമ്മൾ ഏതായാലും ഈ റൈറ്റ് എടുത്ത് നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ഇവിടെ അടുത്ത് ഈ ടിമ്പർ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാട് വെട്ടിത്തെളിച്ച് ഈ മരം എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും. അപ്പം നമുക്ക് ഏതായാലും നേരെ പോയി നോക്കാം. ഈ രണ്ട് സൈഡിലും ചെറിയ ചെറിയ വീടുകളാണ്. ഓക്കെ, ഈ റോഡ് ഒരു ഡെഡ് എൻഡ് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് വെറുതെ ആയില്ല. ഇവിടെ 2-3 കുതിര നിൽപ്പുണ്ട്. അതിൽ ഒരു കുതിര പുരുഷ കുതിരയും മറ്റേ കുതിര സ്ത്രീ കുതിരയാണ്. സ്ത്രീ കുതിര എനിക്ക് തോന്നുന്നു പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുവാന്ന് തോന്നുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുതിരയാണ്, ഒരു സാധു ജീവി. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൈപ്പിനകത്തു നിന്ന് ഇവിടെ ഒരു കുടത്തിനകത്തോട്ട് എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ വെള്ളം തിരുന്നതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. അതിന് തൊട്ടപ്പുറം തന്നെ ഒരു ടാങ്കും വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ടിപ്പിക്കൽ ഒരു ഓസ്ട്രേലിയൻ ഗ്രാമത്തിലെ ഒരു ഫാം ഹൗസിലെ ഒരു കാഴ്ചയാണ്. അപ്പം ഈ കുതിരയെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റൈഡിലോട്ട് എടുത്തപ്പോഴത്തേക്ക് ചുമ്മാ കണ്ടതാണ്. ധാരാളം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. അവിടെയാണുള്ളത്. നിമിറ്റാബൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു കുതിരയെ കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും വിദ്യാസമ്പന്നനായ കുതിരയാണെന്ന് തോന്നുന്നു. മോളിൽ ടൈമിങ് വരുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ എടുക്കുന്നുണ്ട് മനസ്സിലാവും. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് നിർത്തിയ നിമിറ്റാബിൾ എന്ന് പറഞ്ഞ ആ വില്ലേജിൽ നിന്ന് ഒരു 10 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴി ഇത് കണ്ടോ, കാട്ടുതീ അഫക്റ്റ് ചെയ്യാത്ത നല്ല കാടുകളാണ്. അപ്പുറം ഇപ്പുറം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഞങ്ങളൊരു ചുരം ഒക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന ഭാഗമാണ്. ഈ പോകുന്ന വഴി വലത് സൈഡിൽ ഒരു ലുക്കൗട്ട് ഉണ്ടെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് കിട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലുക്കൗട്ടിലൊന്ന് ഇറങ്ങി അവിടെ ജസ്റ്റ് ഒന്ന് കാണാം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ലുക്കൗട്ടിൽ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ ലുക്കൗട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാൻ സാധിക്കുന്ന ഒരു ലുക്കൗട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ഇതാണ് ലുക്കൗട്ട് റെസ്റ്റ് ഏരിയ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഒന്ന് ക്രോസ് ചെയ്തേക്കാം. അപ്പം അതുപോലെ തന്നെ ഈ ലുക്കൗട്ട് പോയിന്റിൽ നിന്ന് ഈ കാടിനകത്തോട്ട് നമുക്ക് കാടിനകത്തോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ട്രയലുണ്ട്. നമുക്കൊരു അധിക സമയം എടുക്കത്തില്ല, ഒരു 10-15 മിനിറ്റ് നമുക്ക് കാടിനകത്തൂടെ ഇങ്ങനെ ചുറ്റി നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ലുക്കൗട്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, കാര്യം ഈ കാട്ട് തീയുടെ പുക കാരണം ഫുള്ള് മൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു ക്ലിയർ ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് ദൂരെ കടൽ കാണാൻ സാധിക്കും. അപ്പം ജസ്റ്റ് ഇങ്ങനെ ലുക്കൗട്ടുള്ളതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയതേ ഉള്ളൂ. നമുക്കധികം സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ യാത്ര തുടരാം.
അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറത്തെ ഡ്രൈവ്, വീട്ടിൽ നിന്നൊരു 3 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഈഡൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു കോസ്റ്റൽ ടൗണിലെത്തിയിരിക്കുകയാണ്. ടൗണൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല, ഒരു ചെറിയൊരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈഡൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ടിരുന്നത്. ഇവിടെയാണ് സിസ്റ്റർ മേരി മക്കില്ലോപ്പിൻ്റെ പള്ളിയുള്ളത്. അപ്പം നമ്മൾ ആ പള്ളിയിൽ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് പഴയ കെട്ടിടങ്ങളാണ്. അവർ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ജസ്റ്റ് റെനോവേറ്റ് ചെയ്ത് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങളൊന്നും തന്നെ കാണാനില്ല. അപ്പം നേരെ കാണുന്ന കടൽ കേട്ടോ. അപ്പം നമ്മൾ ആ കടലിനെ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പള്ളി ഒരു കടലിൻ്റെ തീരത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് പള്ളി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ വരേണ്ട സ്ഥലത്ത് നമ്മളെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് ഈഡൻ എന്നാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ വിശുദ്ധ സെയിൻറ്റ് സിസ്റ്റർ മേരി മക്കില്ലോപ്പിൻ്റെ ഒരു മ്യൂസിയവും പിന്നെ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഈ പള്ളി ഇരിക്കുന്നത് ഒരു കടലിൻ്റെ തീരത്താണ്. അവിടെയാണ് നമ്മുടെ വണ്ടി തിരിച്ചാൻ അവിടെ ഉണ്ട്. അപ്പം ഇതാണ് പള്ളി. ഇവിടുന്ന് ഈ പുറകോട്ട് നോക്കുന്ന ഇതാണ് മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയവും പള്ളിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ചുറ്റോട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ താമസിക്കുന്ന ഇവിടെയല്ല. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ മാറി പാമ്പുല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇത് പള്ളി, അത് അച്ഛന്മാർ താമസിക്കുന്ന പള്ളിമുറി, അത് മ്യൂസിയം. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും എൻ്റെ മുഖം മാറ്റി ഈ ചുറ്റോട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതുണ്ടോ പുറകെ കടൽ, ഇവിടങ്ങളിൽ ഫുള്ള് ഒരു മലയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഓക്കെ, മണിയുണ്ട്. ആ മണി നമ്മുടെ നാട്ടിലെ പോലെ അടിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ചുമ്മാ ഒന്ന് വലിച്ചു നോക്കാം. This bell tolls in memory of the generations of the Hopkins family, originally from Enniscrone, Sligo, and their contribution to the Catholic Church and the community of Eden. ഹോപ്കിൻസ് ഫാമിലി എന്ന് പറയുന്നൊരു ഫാമിലി ഡൊണേറ്റ് ചെയ്തതാണ്, സ്പോൺസർ ചെയ്തിരിക്കുന്നത് മണിയാന്ന് തോന്നുന്നു. ഓക്കെ, ഹോപ്കിൻസ് ഫാമിലി ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിമെൻറ്റിൻ്റെ ഇതാണ്. പാട്രിക് മക്കഫ്രേ ആൻഡ് ബ്രദേഴ്സാണ് ഈ മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതായത് 1866. അടിക്കാൻ വേണ്ടിയിട്ടൊരു പേടി. അടിക്കുന്നില്ലല്ലോ. അന്ന് ഇത് അടിച്ചിട്ട് തന്നെ ബാക്കി. അങ്ങനെ നമ്മൾ മണിയടിച്ചു. അവിടെ ബീച്ചുണ്ട്. എന്താണെന്നറിയത്തില്ല, ഈ കടൽ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ്. നമുക്ക് ഈ ജസ്റ്റ് പള്ളിക്കകത്തോട്ടൊന്ന് കയറാം.
ഇതൊരു പഴയ കാലത്തെ, അന്നത്തെ കാലത്ത്, അതായത് ഒരു 100-150 വർഷം മുമ്പ് ഉള്ള ഒരു കുമ്പസാര കൂടാണിത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പോലെ കുമ്പസാര കൂടായിട്ടില്ല, ഇതൊരു മുറിയാണ്. അതായത് ഈ മുറിയുടെ പുറവശത്ത് നമുക്ക് ഇങ്ങനെ ചെറിയൊരു കിളിവാതിലൊക്കെ ആയിട്ട് നമുക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അച്ഛൻ ഇരിക്കുന്നത് അകത്ത് ഉള്ളൊരു മുറിക്കകത്താണ് അച്ഛൻ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് കുമ്പസാരിക്കാം, ഒരു കാരണവശാലും നമ്മുടെ മുഖമൊന്നും കാണത്തില്ല. അപ്പോൾ ഈ മ്യൂസിയത്തിനകത്ത് മെയിനായിട്ടുള്ളത് ഈ ഈഡൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഈ ചരിത്രവും മേരി മക്കിലോപ്പ് ഇവിടെ വന്ന് ജോലി ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു ചരിത്രമാണ് മെയിനായിട്ട് ഈ മ്യൂസിയത്തിനകത്തുള്ളത്. സാധാരണ നമ്മൾ മ്യൂസിയങ്ങളിലൊക്കെ നമുക്ക് അവർ ഓരോരുത്തർ ഉപയോഗിച്ച ഓരോ വസ്തുക്കൾ, സാധനങ്ങളൊക്കെ നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് കുറേ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരത്തി എഴുതിയ കുറച്ച് ബുക്കുകൾ ഉണ്ട്. പുള്ളിക്കാരത്തിയുടെ മെയിനായിട്ടുള്ള മ്യൂസിയവും കാര്യങ്ങൾ, പുള്ളിക്കാരത്തി വസ്തുക്കളെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് നോർത്ത് സിഡ്നിയിലുള്ള ഒരു സ്ഥലത്താണ്. അവിടെയാണ് പുള്ളിക്കാരത്തിയുടെ കബറിടം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് പോയേക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എത്താനുള്ള നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഒരു ഹോളിഡേ പാർക്കാണ്. ഹോളിഡേ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്കൂൾ ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ അതുപോലുള്ള സമയങ്ങളിൽ നമുക്ക് ഫാമിലി ആയിട്ട് നമുക്കിവിടെ വന്ന് താമസിക്കാം. അതായത് ഒരു ഹോട്ടലോ റിസോർട്ടോ പോലൊന്നുമല്ല, ഇങ്ങനെ ഓരോ കോട്ടേജുകളാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ക്യാരവാനോ ക്യാമറവാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിന് വേണ്ടി നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ എനിക്കൊന്നൊരു നൈറ്റിന് ഒരു $20 ആകത്തുള്ളൂ. ഒരു കോട്ടേജിനാണെങ്കിൽ എനിക്ക് വന്നൊരു $120 $150 ഒക്കെ ഒരു കോട്ടേജിനാവും. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഇതുണ്ട്. ഇത് വലിയൊരു ഏരിയക്കകത്തൊരു സംഭവമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ആ സൈഡിൽ കടലാണ്. അപ്പോൾ നമുക്ക് ആ കടലിലോട്ടൊക്കെ ഒന്ന് പോകാം. പിന്നെ അവിടെ കുറേ ക്യാങ്കറൂസ് ഒക്കെ നിൽപ്പുണ്ട്. അതാണ് എൻട്രൻസ്. അപ്പം ഞാൻ ഏതായാലും ഈ സ്ഥലം ഒന്ന് ചുറ്റി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ അക്കോമഡേഷൻ മാത്രമല്ല കേട്ടോ. നമ്മളിപ്പം ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് മിനി ഗോൾഫ്, അതുപോലെ തന്നെ സൈക്ലിംഗ് ട്രാക്കുകൾ, ഇവിടെ സൈക്കിളൊക്കെ നമുക്ക് വാടകയ്ക്ക് കിട്ടും. പിന്നെ ബാസ്കറ്റ് ബോൾ കോർട്ട്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാട്ടർ തീം പാർക്കുണ്ട്, ഹീറ്റഡ് പൂളുണ്ട്, അതുപോലെ തന്നെ സ്പായുണ്ട്. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഒരു മൂവീസ് തിയേറ്റർ പോലെ ഓരോ മൂവീസ് അവരിടും. ഓപ്പൺ ആയിട്ട് തിയേറ്ററുണ്ട്. അപ്പം ഇതാണ് ഈ നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ക്യാരവാനും നമുക്ക് ടെൻറ്റും ഒക്കെ അടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഫ്രണ്ടിൽ ഫുള്ള് ക്യാരവാനൊക്കെ ആയിട്ട് ആൾക്കാർ ടെൻറ്റ് അടിച്ച് കിടക്കുവാണ്. പിന്നെ ഈ ടെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്ഥലമുണ്ട്. ഇതുപോലെ സിമെൻറ്റ് പാകിയ തറയുള്ള സ്ഥലത്താണ് നമ്മൾ ടെൻറ്റ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മണ്ണിനകത്ത് കിടക്കുവാന്നുള്ള ആ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഓരോ സൈഡിലും ഈ 2 ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാപ്പുണ്ട്. പിന്നെ നമുക്ക് കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പവർ പോയിൻറ്റുകളുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. നമുക്ക് ഇതുപോലെ ടെൻറ്റോ ക്യാരവാനായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് താമസിക്കാം. പിന്നെ അങ്ങനെ വരുന്നവർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണും ബാർബിക്യൂ ഏരിയയാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഉള്ള കാഴ്ച. ഇത് കണ്ടോ, സ്കൂൾ ഹോളിഡേയ്സ് പ്രമാണിച്ച് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ അക്കോമഡേഷനിലൊക്കെ ചെന്ന് അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ബീച്ചറിനും കൂടെ ജസ്റ്റ് ഒരു കാട്ടിക്കൂടെ ഒരു ഹൈക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അതായത് നമ്മളൊരു ഇച്ചിരി ഓഫ് റോഡൊക്കെ പോയി വണ്ടി ഇട്ട് നമുക്കൊരു 1.5 കിലോമീറ്റർ കാടിനകത്തൂടെ നടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലാണ്. അപ്പോൾ ഇപ്പം വേനലായതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അവിടെ മറ്റൊരു വണ്ടിയുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ ചെല്ലുമ്പം അവിടെ വേറെ ആരെങ്കിലും ഒക്കെ കാണാറുണ്ട്. സാധാരണ ഇത് വരുമ്പം ആരും തന്നെ ഉള്ളൊരു സ്ഥലമല്ല. അപ്പോൾ കാട്ടുതീ അഫക്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ അത്യാവശ്യം കത്തിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ചില മരങ്ങളൊക്കെ കരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്ക് ഏതായാലും വണ്ടി പാർക്ക് ചെയ്ത് പതുക്കെ അങ്ങോട്ട് നടക്കാം. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അതിനകത്ത് നല്ല കയറ്റമുള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പം ഒരു ചെറിയ ഫിറ്റ്നസ് ലെവലൊക്കെ അത്യാവശ്യം ഉള്ളവർക്കാണ് ഇത് പ്രിഫറബിൾ.
അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ നടപ്പ് തുടങ്ങാം. പോയി നമുക്ക് ആ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഗേറ്റ് വെച്ചിട്ടുണ്ട് വണ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ആൾക്കാർ ഇച്ചിരി കൂടെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. ഗേറ്റ് നോക്കി വന്നു, സൈഡിൽ കൂടെ അവർ വഴിയൊക്കെ ഉണ്ടാക്കി ഇതുവഴി വണ്ടി കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇന്നൊന്നും കാണുകയില്ല, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അവരിതുപോലെ വഴി ഉണ്ടാക്കി കയറ്റിക്കൊണ്ട് വന്നതായിരിക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ $12,000 ഫൈനൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങ് ഒരു വണ്ടി പോകുമായിരുന്നു നല്ലതായിരുന്നു അല്ലേ? അതല്ലേ. നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഉദ്ദേശിച്ചതിനേക്കാളും സൂപ്പർ സ്ഥലമാണ്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വെള്ളമില്ല. അതായത് വെള്ളച്ചാട്ടമില്ല. അതായത് വെള്ളം ഉള്ളപ്പം ഈ വെള്ളച്ചാട്ടം ഇങ്ങനെയാണ് കാണുന്നത്, ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന പോലെ. പക്ഷേ ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ആഴസമുണ്ട്. അവിടെ നിന്നാണ് വെള്ളം വീണുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ കയറി നമ്മൾ അതിൻ്റെ മുകളിൽ പോകും. പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഗുഹയിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഹൈക്കിങ് പറയാം, ഹൈക്കിങ്. കുത്തനെയുള്ള ചെങ്കുത്തായ കയറ്റം, കാല് നിരത്ത്. വേണമെങ്കിൽ ഈ സൈഡ് കാരണം നടന്നു, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമുക്ക് അങ്ങോട്ട് വേണം പോവാൻ. ഇതൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടില അതിവീരന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ അതുണ്ട്. കഴിവ് കയറോ? അങ്ങനെ തിരിച്ചെടുക്കാം. ഈശോ, അതുണ്ട്. അതിനകത്തെല്ലാം വെള്ളമാണ്. ഈ ഓരോ ഗുഹ കാണുന്നതിനകത്തും വെള്ളമാണ്. നമുക്ക് നല്ല വെള്ളമുള്ള സ്ഥലം നോക്കി കാരണം ഇനി ഇതിങ്ങനെ കയറണം. നമുക്ക് പോകണ്ടേ? അവിടെ ഇതുണ്ടോ? ഓക്കെ ചേട്ടാ കേറിക്കോ.
അങ്ങ് താഴെ നിന്നാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്ടിലെ നോക്കിയിട്ടോ, അത്രയും താഴെ നിന്നാണ് ഞങ്ങൾ കയറിയത്. ഇതുണ്ട്, ഇതാണ് സ്ഥലം. അടിപൊളി. ഒരു സീക്രട്ട് സ്പോട്ട് എന്ന് തന്നെ പറയാം. നല്ല വെള്ളമുള്ളപ്പം അടിപൊളിയാണ് കുളിക്കാൻ. അപ്പം നമുക്ക് ആ കാണുന്ന ഗുഹകളിലൊക്കെ വെള്ളം ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് കുളിക്കാൻ. അവിടുത്തെ വെള്ളം കൊള്ളത്തില്ല എങ്കിൽ നമ്മളത് താഴെ പോയി കുളിക്കാം. അവിടെ ആകുമ്പോൾ ഒഴുക്കുണ്ട്. ഓക്കെ, ഇച്ചിരി റിസ്ക്കിയാണ്. ഞാൻ വരും, ക്യാമറ ഓഫ് ചെയ്യാം. ഓക്കെ, അല്ല വേണ്ട, ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ അങ്ങനെ വേണം ഇറങ്ങാൻ. കേട്ടില്ല? ആണോ? അത്ര കൂടുതലല്ല. നമ്മൾ ഇനി വീണ്ടും കയറി പോലെ തന്നെ ഇറങ്ങണം. നമ്മൾ ആ മലയുടെ മുകളിൽ നിന്ന് വണ്ടിയിട്ടാണ് ഇറങ്ങി വന്ന്. കയറാൻ ഭയങ്കര ടഫായിരുന്നു. ഇനിയിപ്പം കയറുന്നതിനേക്കാളും പാടാണ് ഇറങ്ങാൻ. അപ്പോൾ ഇറങ്ങുന്ന വീഡിയോ എടുക്കുന്നില്ല, നമുക്ക് താഴെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളമില്ല. വെള്ളം ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ നിന്നാണ് ഒഴുകുന്നത്. ഏതായാലും കുളിക്കാനുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി കുളി കഴിഞ്ഞിട്ട് വേണം. ഓക്കെ, കുളി കഴിഞ്ഞിട്ട് വേണം. അപ്പം സായിപ്പന്മാരൊക്കെ വന്നത് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത് ചാടും. അവിടെ നല്ല ആഴമാണ്. ചാടിയായിരുന്നോ? എവിടുന്ന്? നടുക്കത്തെ വന്നു. എനിക്ക് അപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അടിപൊളി. അങ്ങനെ ഞാനും ബിജാനും നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ നല്ലൊരു ഫ്രഷായി. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അതിനുശേഷം പിന്നീടൊരു ദിവസം ഞാനും കുടുംബമായിട്ടൊന്ന് വന്നു. ഞങ്ങൾ അന്ന് വന്നപ്പോൾ നല്ല ടഫായിട്ടുള്ള ഹൈക്കിങ് തന്നെയായിരുന്നു. പക്ഷേ പിള്ളേരായിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും പിള്ളേരായിട്ട് വന്നൊന്ന് ട്രൈ ചെയ്തു. സാമുവും ജയിക്കും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ ഹൈക്കിങ് പോയി തിരിച്ചു വന്നു ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മച്ച് ലവ്, ഗോഡ് ബ്ലെസ്. 1 week later. ഒരു വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചിരുന്നു വയ്യ. ഭയങ്കര കയറ്റം. ഏകോ ഹായോ. വേറെ കുടിച്ചു. Bye.